റസ്മിന്റെ അടുത്ത് കട്ട കലിപ്പിലാണ് ഗബ്രി. മറ്റൊന്നുമല്ല, കാരണം അവിടെ ജയിൽ ടാസ്ക് വന്ന സമയത്ത് അവിടെ ഗബ്രിയെയും ജിൻഡോയെയും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലിട്ടു എന്നുള്ളതാണ് കാരണം. ഗബ്രിയും ജിൻഡോയും ഒരുമിച്ച് ജയിലിൽ പോവാൻ അവിടെ റസ്മിൻ ആഗ്രഹിച്ചു. അവർ തോൽക്കണമെന്ന് ആഗ്രഹിച്ചു. ജയിലിൽ പോയിട്ട് അവിടെ ഗബ്രിയും ജിൻഡോയും തമ്മിൽ അടി കൂടുന്നത് കാണാനാണ് റസ്മിൻ ആഗ്രഹിച്ചത് എന്നാണ് അവിടെ ഗബ്രി പറയുന്നത്. അതിനുവേണ്ടി മനഃപൂർവ്വം ഇട്ടതാണെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ ജാസ്മിനെ നീ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയാൻ പോകുന്ന റീസൺ സിജോയും എന്നെയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ജയിക്കും, ജയിച്ചു കഴിഞ്ഞാൽ സിജോ ജയിലിൽ പോവില്ല, സിജോനെ ജയിലിലേക്ക് വിടാനാണ് അങ്ങനെ തീരുമാനിച്ചത് എന്നായിരിക്കും പറയാനായിട്ട് പോകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിനുശേഷം നമുക്ക് കാണിക്കുന്നുണ്ട് അവിടെ അഭിഷേക് പറഞ്ഞൊരു കാര്യം. അഭിഷേക് പറയുന്നുണ്ട് അവിടെ സിജോയ്ക്ക് അവിടെ ജിൻഡോന്റെ ഒപ്പം ജയിലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ ജയിലിൽ കിടന്ന് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാം എന്നൊരു കാര്യം അവിടെ സിജോയ്ക്ക് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സിജോ അവിടെ നിന്നിരുന്നത്. അത് റസ്മിനോട് അഭിഷേക് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് സിജോയെയും അവിടെ ജിൻഡോയെയും ഗ്രൂപ്പ് ആക്കാഞ്ഞത് എന്നാണ് അഭിഷേക് പറയുന്നത്. പക്ഷെ ഗബ്രി അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ സിജോനെ ജയിലിലേക്ക് വിടണമെന്ന് അവിടെ ആഗ്രഹമുണ്ട് അവിടെ റസ്മിന്, അതൊരു സത്യമാണ്. പക്ഷെ ജിൻഡോന്റെ ഒപ്പം വിടാനായിട്ട് ആഗ്രഹമില്ല. കാരണം ജിൻഡോയും സിജോയും പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കി രസിക്കുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് റസ്മിൻ ആ ഗ്രൂപ്പ് മാറ്റിപ്പിടിച്ചത്. പക്ഷെ ഗബ്രി അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഗബ്രിയെ തോൽപ്പിക്കാൻ, ഗബ്രിയെ ജയിലിലേക്ക് വിടാൻ, ഗബ്രിക്ക് മോശമാക്കാൻ എന്നിനെയാണ് റസ്മിൻ വിട്ടത് എന്നാണ്. എന്തായാലും റസ്മിനും ഗബ്രിയും തമ്മിൽ ഇപ്പൊ പൊരിഞ്ഞ യുദ്ധമായിട്ടുണ്ട്. ഗബ്രിയും റസ്മിനും ഇപ്പൊ ഇനി കണ്ടാൽ തന്നെ അത്രയും ശത്രുത വേറെ ഒരാളോടും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ശത്രുതയാണ് ഇപ്പൊ അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്.